JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP-UP പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എല്ലാവരും തന്നെ. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറേ, അതിൻ്റെ റിസൾട്ട് വന്നില്ല, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നില്ല, അതുകൊണ്ട് എന്നായിരിക്കും അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്? ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഓണത്തിന് മുമ്പ് ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഷോർട്ട് ലിസ്റ്റ് ഉടനെ വരും, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളെല്ലാം തന്നെ ഉടൻ തന്നെ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും എന്നിട്ടും വന്നില്ല എന്നുള്ള ഒരു സംശയത്താൽ നിരന്തരമായിട്ട് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ LP-UP റിസൾട്ടിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ PSCയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടപടികൾ പൂർത്തിയായി അതിന് ശേഷം മാത്രമേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PSC ഓരോ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് യോഗങ്ങളൊക്കെ ചേരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ യോഗം ചേർന്ന് എത്ര പേരുടെ ലിസ്റ്റാണ് PSC പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതനുസരിച്ച് കട്ട് ഓഫ് മാർക്കുകളെല്ലാം തന്നെ കൃത്യമായിട്ട് നിശ്ചയിച്ച് അതനുസരിച്ച് എത്ര പേരുടെ ലിസ്റ്റ് ഇറക്കണം, നിങ്ങൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ വരുമ്പോൾ എല്ലാ ജില്ലകളിലും ഓരോ ജില്ലയിലും പ്രത്യേകമായിട്ടുള്ള കട്ട് ഓഫുകൾ നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം വരുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസമുണ്ട്, അതനുസരിച്ച് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്ന. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം വർക്കുകൾ മുമ്പോട്ട് പോയാൽ, ക്ലറിക്കൽ വർക്കുകളൊക്കെ മുമ്പോട്ട് പോയാൽ മാത്രമേ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ, ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധിക്കുള്ളൂ. അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളാണോ ഇതിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വ്യക്തമായിട്ട് PSC മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടിരുന്നു അല്ലേ, കേരള ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ, പല ഉദ്യോഗാർത്ഥികളും, മുഴുവൻ ഉദ്യോഗാർത്ഥികളും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്തതിനാൽ പരീക്ഷ റദ്ദാക്കി ഉണ്ടായി എന്നൊരു വാർത്ത നിങ്ങൾ പത്രമാധ്യമങ്ങളെ കൂടെ കാണുകയുണ്ടായിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ സർട്ടിഫിക്കറ്റും ഓരോ ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ടുള്ള യോഗ്യരായിട്ടുള്ളതാണോ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ വരുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഏത് ജില്ലയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കുട്ടി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഈ LP-UP സംബന്ധമായിട്ടുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ EW സർട്ടിഫിക്കറ്റുകൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് വാങ്ങിയിരിക്കണം. അപ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങി തിരിച്ചാൽ പിന്നീട് അത് കിട്ടാതെ വന്നാൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു പീരീഡ് ഓഫ് ടൈമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നത്. പ്രസ്തുത കാലാവധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും PSC അത് അംഗീകരിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ഒരാൾ പോയെങ്കിൽ അടുത്തയാൾ നമ്മുടെ തൊട്ട് താഴെ തന്നെ ഉണ്ട്, അവർക്ക് അതിലേക്ക് സാധ്യത തെളിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യത്തിൽ വിജിലന്റ് ആയിരിക്കണം. അത് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ള ഉറപ്പുള്ള ഒരു ധാരണയുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കണം ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് പരീക്ഷയ്ക്ക് പഠിച്ച് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്, അതിനുശേഷം നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓരോ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല, അവർ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും അവർ അംഗീകരിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങി വയ്ക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചൊരു
തീരുമാനത്തിൽ എത്തേണ്ടതായിരുന്നു. അത് നമ്മുടെ കടമയാണ്, അത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ചെയ്യേണ്ടതാണ്. പിന്നീട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല, ഞാനത് പ്രൊഫൈലിൽ മെസ്സേജ് വന്ന് കണ്ടില്ല എന്നും പറഞ്ഞ് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ എന്തൊരു ന്യായമാണ്? നമ്മൾ പ്രൊഫൈലിൽ ഒരു മെസ്സേജ് വന്നാൽ നമ്മളത് കണ്ടില്ല, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ അത്രയും എനിക്കാണെങ്കിൽ അത് എന്നോടത് പറയുമ്പം എനിക്കുണ്ടാകുന്ന വിഷമം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം വെച്ചാൽ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടാണ് ഉദ്യോഗാർത്ഥികളെ പഠിപ്പിച്ച് നമ്മൾ ഒരു തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ അറിയുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വരുന്നതിനെ കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വരും എന്നുള്ള കാര്യം പലർക്കും അറിയാവുന്ന കാര്യമാണ്. പലരും PSC എഴുതുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എഴുതുന്ന തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഞാൻ പലതവണ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുമ്പോൾ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷേ പല ഉദ്യോഗാർത്ഥികളും ഞാൻ പ്രൊഫൈലിൽ അങ്ങനെ മെസ്സേജ് വന്ന് കണ്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടില്ല, ദൈവത്തിനാണ് കണ്ടില്ല എന്ന് പറയുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ PSC വിളിച്ച് പറഞ്ഞോന്ന് ഓർത്തുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഇത് LPUPയുടെ കാര്യം മാത്രമല്ല, എല്ലാ PSC പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ബാധകമാണ്. കാരണം വെച്ചാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് PSC പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രസ്തുത അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൽ ക്ലാരിറ്റി ഇല്ലാത്തതിന് പേരിൽ അവർ നിരസിച്ചിട്ട് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ കൃത്യമായിട്ട് നിരന്തരമായിട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്തു പറ്റും? നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല, നമ്മുടെ ചാൻസ് മറ്റൊരാൾ നേടിക്കൊണ്ട് പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. കാരണം പലർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതിനുശേഷം എന്നെ വിളിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ PSC വിളിച്ചാൽ അവർ അംഗീകരിക്കുകയില്ല. അപ്പോൾ പിന്നെ എന്നാ ചെയ്യും? നമ്മുടെ ചാൻസ് നഷ്ടപ്പെടും. പിന്നെയും നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം പിന്നെ പരീക്ഷ എഴുതണം. ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ ചാൻസുകൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് രാപകലില്ലാതെ പഠിച്ചധ്വാനിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തുമ്പോൾ നമ്മളൊരു ചെറിയ അശ്രദ്ധ കൊണ്ട് നമുക്ക് ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു തീരാ ദുഃഖമായിട്ട് തീരുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ശ്രദ്ധാലുവായിരിക്കണം. എപ്പോഴും നല്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുക, അല്ലെങ്കിൽ ഇനി അഥവാ എടുത്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ച് അവർക്ക് എല്ലാം കൃത്യമായിട്ട് മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.